ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല. നമ്മൾ പുറത്ത് പോകാനൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ വെഡ്ഡിങ്ങും ഫംഗ്ഷനും ഒന്നുമില്ല. അപ്പോൾ ഒരു നോർമൽ വീട്ടിൽ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ പ്രിപ്പയർ ആയിട്ടൊന്നും ഇല്ല. എന്നാലും കിടന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, നാളെ ഒരു പരിപാടി ഇല്ലല്ലോ, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ മറ്റ് വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നേരം വെളുത്ത് നമ്മൾ സൺഡേ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ നീക്കുക. അപ്പോൾ ഒരു 8 മണി 8:30 ആവാനായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ ബിനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. ഓന് ഞാനിങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ മട്ടൻ കുറുമുണ്ട്, എഗ്ഗ് കുറുമ, പിന്നെ അവക്കാഡോൻ്റെ ഷേക്ക് രാത്രിത്താണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ചായ വേണ്ടവർക്ക് ചായ ഉണ്ട്. എല്ലാ സൺഡേസും നമ്മൾ ആസ് യൂഷ്വൽ ഇങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറ് നമ്മളെ വീട്ടിൽ. സൺഡേ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരും. എനിക്ക് തോന്നി ടൗണിലൊക്കെ ഉള്ള വീട്ടുകാർ അധികം സൺഡേയും ഫ്രൈഡേ ഒക്കെ പുറത്തുനിന്ന് പാർസൽ കൊണ്ടുവരലാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ എഗ്ഗും പൊറോട്ടയും കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിരുന്നു കേട്ടോ. അനുവിൻ്റെ പേരാണ് ദീൽ. അപ്പോൾ അനു എന്തോ ഓർഡർ ചെയ്തായിരിക്കും സംഭവം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഏതായാലും വീഡിയോ എടുക്കുകയാണെന്ന് ഞാൻ തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അതെടുത്ത് ചെയ്യണം. ഒരു കയ്യിൽ ക്യാമറ ഉണ്ട്, ഒരു കൈ കൊണ്ടാണ് കേട്ടോ ഇതാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക. ആക്ച്വലി ഇതിനകത്ത് എന്താണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എടുത്ത് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്തൊരു അടിപൊളി OnePlusൻ്റെ എയർബഡ്സ് ആണ്. നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, ക്യൂട്ട് സാധനം കേട്ടോ. വർക്കും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാ വീക്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊറിയർ വരും, ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ പോലെ അൺബോക്സ് ചെയ്യണമൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ അൺബോക്സിങ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകും അൺബോക്സ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഈ ഒരു എയർബഡ്സ്. അപ്പോൾ റീസെൻ്റ്ലി എയർബഡ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ നല്ല പക്കാ വർക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്തേക്ക് വന്ന് ചെവിൻ്റെ അടുത്ത് നിന്ന് ഫുൾ വോളിയൊക്കെ കൂട്ടുമ്പോൾ ഇതിന് പുറത്തേക്ക് ലേശം കേൾക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ജസ്റ്റ് നോക്കിയിനി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ കേട്ടിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ കുറച്ച് അടുക്കി പെറുക്കി വെക്കാണ്ടതിന് അതൊക്കെ സെറ്റാക്കി. പിള്ളേർ ഇപ്പം നേരെ ഉപ്പച്ചിൻ്റെ കൂടെ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നു. ഈ ജേഴ്സിയും ഷോക്സും പിന്നെ ഷട്ടിൽ ബാറ്റ്, കോർക്ക്, 2-3 ടീഷർട്ടും പിന്നെ യൂണിഫോമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കാണിച്ചു തരാണ് കേട്ടോ. ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ. മഴ അധികം ഇല്ലായിരുന്നു. സാധാരണ കുറച്ച് ടൈം വെയിലാകുമ്പോഴത്തേനും പിന്നെ മഴ ചെയ്യും. അപ്പോൾ നമ്മളെ തുണികളൊന്നും അധികം ഉണങ്ങൂല. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് തുണി ഇട്ടത് നോക്കി ഗൈസ്, നമ്മളെ ഗേറ്റുമ്മ വരെ തുണി ഇട്ടു. അപ്പോൾ അത്രക്കും തുണികളുണ്ടായിരുന്നു ഉണക്കാൻ. അയലൊക്കെ ഫുള്ളായി. അപ്പോൾ അവിടേക്ക് ഇട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുത്തണ സ്മെല്ലിങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാനിതാ ചാമ്പക്കൻ്റെ താഴെ, ഇത് മഴ ആയതുകൊണ്ട് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇതിൻ്റെ താഴെ കണ്ടപ്പോൾ ഒരു പൂതി, അപ്പം അങ്ങനെ പറിച്ച് കഴിച്ചതാണ്. പോയാ എവിടെ? ഓ ഷിറ്റ്. നിങ്ങൾക്ക് ഫുൾ കണ്ടന്റോട് കണ്ടന്റ് ആവുമല്ലോ. ഒക്കെ വീടിൻ്റെ മേലൊക്കെ അയ്യോ ഇല്ലേ പൂവ്. ഞാനാ ഈ കണ്ണിമാങ്ങ അച്ചാർ നമ്മളെ നെയ്ബർ സുനിതാത്ത് തന്നാണ് കേട്ടോ. അപ്പം ഞാനതെടുത്ത് ലഞ്ചിന് കൂട്ടി. ലഞ്ചിന് ഇതാ ചിക്കനും ചോറും ഒക്കെ കഴിച്ച് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി നീച്ചപ്പോൾ ഇവർ പിന്നെയും കളിക്കുക തന്നെ.
ഫാൻസ് സബ്ജിലേക്ക് 2 കളിയിൽ ഞാനല്ലേ ജയിച്ചേ. തോറ്റാലോ? ഇത് തോറ്റ എന്താ തരിക? ആയിക്കോട്ടെ. അങ്ങനെ ഒരു മഞ്ചാടി വെറുതെ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ രാത്രി വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ അനു പറഞ്ഞു ജസ്റ്റ് നമുക്ക് എൻ്റെ വീട്ടിലൊന്ന് പോയി പോന്നാലോ. അങ്ങനെ പോയി. അവിടെ ഇത്താത്തി മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരുന്നില്ല പറഞ്ഞ് സർപ്രൈസ് ചെയ്ത് പോയതാണ്. പക്ഷെ ആർക്കും ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ വെറുതെ ഇൻക്ലൂഡ് ചെയ്യണില്ല. പിന്നെ നമ്മൾ അതിനു കുറച്ച് മിഠായിക്ക് വാങ്ങിനു, അതൊക്കെ കൊടുത്തു. വീഡിയോയിൽ ഇന്നു മുട്ടായോ കേട്ടെ ബേബി എന്ത് കഴിക്കണേ? കോക്കനട്ട് ചിപ്സ്. ഡേ ഇൻ മൈ ലൈഫാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഒറിജിനലാ? അതാകണില്ലേ അത് കഴിഞ്ഞിട്ടില്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ നാളെ മുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പുതിയ ഹെൽത്തി ഓരോ ഡിഷസൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ ഇരുന്നപ്പോഴാണെങ്കിൽ ഉമ്മ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ബീഫും പൂളിയും, ക്യാരറ്റിൻ്റെ ഊത്തപ്പം, പിന്നെ നെയ്പ്പത്തൽ, അതിക്ക് നല്ല അടിപൊളി ചിക്കൻ കറി, ചെമ്മീൻ ഫ്രൈ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഉമ്മ ഉണ്ടാക്കിയാണ്. പിന്നെ സലാഡും ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നെയ്പ്പത്തൽ പിന്നെ അടുത്തില്ല, ഡയറ്റിങ് നമ്മൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഇന്ന് തന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസും ആണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പള്ളിക്കന്ന് ഇപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിപ്സ് കൊടുത്താണ്. പിന്നെ അതിനൊരു നൈറ്റ് ഒരു കുഞ്ഞു മിന്നാമിനുങ്ങ അതിലങ്ങനെ വന്നപ്പോൾ അതിന് പിടിച്ചു കൊടുത്ത് ലൈറ്റ് ഓഫ് ആക്കിയാണ് കേട്ടോ. ആരും കറണ്ട് പോയതൊന്നും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഓഫീസും ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വേറെ എടുക്കും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.